ഗൈസ് ഈ സീസണിൽ ഈസ്റ്റ് ബംഗാൾ ശരിക്കും ഒരുങ്ങി തന്നെയാണ്. അതിപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാലും ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു അറ്റാക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെൻട്രൽ ഫോർവേഡ് ഒരു പൊസിഷനിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഓൾറെഡി ക്ലൈറ്റൻ സിൽവേ അവർക്കുള്ള പ്ലെയറാണ്. അപ്പം അതിനോടൊപ്പമാണ് ISL ഗോൾഡൻ ബൂട്ട് പ്ലെയറും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിരുന്ന ദിമിത്രിയസ് ഡയമണ്ടക്കോസിനെ സൈൻ ചെയ്തു. ആ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇന്ത്യൻ സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ കോൺട്രാക്റ്റ് ഉള്ളൊരു പ്ലെയറാണ് VP സുഹൈർ. അതിന് പുറമെ ഇപ്പം ഡേവിഡിനെ കൂടി ടീമിലെത്തിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഡേവിഡ് കഴിഞ്ഞ സീസണിൽ മുഹമ്മദനിൽ കളിച്ച പ്ലെയറാണ്. ഡുറൻ കപ്പിലെ ഒരു ഗോൾഡൻ ബൂട്ട് അടിച്ച പ്ലെയറാണ്. അതുപോലെ തന്നെ ലീഗിലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് 5 ഗോളും 2 അസിസ്റ്റും. അദ്ദേഹത്തിനൊരു ടൈം പീരീഡ് കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ അദ്ദേഹം കളിച്ചു തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വഴി നാഷണൽ കോളപ്പും ഫൈനൽ 23-ലും ഒക്കെ വന്നിട്ടുള്ളൊരു പ്ലെയറാണ് ഡേവിഡ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തെ കൂടി സൈൻ ചെയ്യുന്നു 2027 വരെയുള്ള ഒരു കോൺട്രാക്റ്റിൽ എന്നുള്ളതാണ്. ഏതാണെങ്കിലും ഈസ്റ്റ് ബംഗാൾ നേരത്തെ തന്നെ ഫോളോ ചെയ്യുന്നൊരു പ്ലെയർ ആയിരുന്നു ഡേവിഡ്. ഏതാണ്ട് ജനുവരിയിൽ തന്നെ ടോക്സ് അല്ലെങ്കിൽ ഒരു പ്രീ കോൺട്രാക്റ്റ് എന്ന ലെവലിലേക്കൊക്കെ വരെ എത്തി എന്നുള്ള വാർത്തകൾ മുമ്പ് കണ്ടിരുന്നു. ഏതാണെങ്കിലും ഇന്നാണത് ഈസ്റ്റ് ബംഗാൾ സൈഡിൻ്റെ ഭാഗത്തു നിന്ന് ഒഫീഷ്യലി വരുന്നത്. നമുക്ക് ഇത്തവണ അവർ പറഞ്ഞ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നടത്തിയിട്ടുള്ളത് ദിമിയെ കൊണ്ടുവരുന്നു, ഗോൾഡൻ ബൂട്ട് വിന്നർ. ഏറ്റവും കൂടുതൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ISL മാദി തലാലിനെ കൊണ്ടുവരുന്നു. അതുപോലെ ഡുറൻ കപ്പിൽ ടോപ്പ് സ്കോറർ എന്ന ലെവലിൽ ലീഗിലും സ്കോർസ് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഡേവിഡിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എന്താ പറയുക, കിടിലൻ സൈനിങ്സ് തന്നെയാണ് നടത്തുന്നത്. അത് പറയുമ്പോൾ ആണ് മറ്റൊരു ടീമിന് ഇപ്പം ചെന്നൈയിൻ എഫ് സിയെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചാണ്. അതുകൊണ്ടാണ് ഓരോ ഒഫീഷ്യൽ ഇത് വരുന്ന സമയത്ത് ഞാൻ വീഡിയോസ് ചെയ്യാതിരുന്നത്. അവിടെ സെൻട്രൽ ഫോർവേഡ് ലിസ്റ്റിലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കോർണർ ഷീൽഡ്സ് ഉണ്ടായിരുന്ന പ്ലെയറാണ്. അതിനോടൊപ്പം തന്നെ ഡാനിയൽ ചീമയും ജോതം ഗില്ലിനെ സൈൻ ചെയ്യുന്നു സെൻട്രൽ ഫോർവേഡ്സ് എന്ന നിലയിൽ. ഒപ്പം ഇന്ത്യൻ സെൻട്രൽ ഫോർവേഡ്സ് എന്ന നിലയിൽ നമുക്ക് പോകുകയാണെങ്കിലും ഇപ്പോൾ റഹീം അലി ഉണ്ട്, ഇർഫാൻ യാദ്വാദ് എന്ന് പറയുന്ന പ്ലെയറുണ്ട്. ഇപ്പം അതിന് പിന്നാലെ ഇപ്പം ഗുർക്കിറത്തിനെ സൈൻ ചെയ്യുന്നു. അദ്ദേഹം ഒരു അറ്റാക്കിംഗ് പ്ലെയറാണ്. അതുപോലെ കിയാൻ നസീരി വിങ് ആൻഡ് സെൻട്രൽ ഫോർവേഡ് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. അങ്ങനെ ഇത്തവണ എനിക്കൊന്ന് സെൻട്രൽ ഫോർവേഡിൽ ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഉള്ള 2 ടീമുകളായി മാറുകയാണ് ഈസ്റ്റ് ബംഗാളും ചെന്നൈയിൻ എഫ് സിയും. ചെന്നൈയിൻ എഫ് സിക്കാണ് ഓപ്ഷൻസിൻ്റെ ഒരു കാര്യം കുറച്ചും കൂടി കൂടുതൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ 2 ടീമുകൾ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ടോപ്പ് 6-ൽ ചെന്നൈയിൻ എഫ് സിന് എത്താൻ സാധിച്ചു. ഈസ്റ്റ് ബംഗാളിന് സൂപ്പർ കപ്പ് അടിച്ചു, പക്ഷേ ടോപ്പ് 6-ൽ എത്താൻ സാധിച്ചില്ല. സോ അവർ ഈ പറഞ്ഞതുപോലെ ഒരു ലീഗിൽ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് നടത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ തന്നെയാണ് ഇത്തവണ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഇന്ത്യൻ ട്രാൻസ്ഫർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ലോകത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നൊരു കാര്യമാണല്ലോ ചെന്നൈയിൻ എഫ് സി ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. അപ്പം അവർ തന്നെ പറയുന്ന പോലെ ബാക്ക് ടു ബാക്ക് എന്നും അവരുടെ വാർത്തകളൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും കാണുന്നത്. അതെങ്ങനെ അത് സീസണിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും വർക്കൗട്ട് ആകും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നോക്കി കാണേണ്ടത് തന്നെയാണ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി കാണിക്കാൻ സനിയ.